VDR ഉപയോഗിക്കുന്നത് തീ പിടിച്ചാലോ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് VDR. സാധാരണ ഒരു പ്ലെയിൻ അപകടത്തിൽപ്പെട്ടാൽ അതിൻ്റെ അപകട കാരണം നമ്മൾ അറിയുന്നത് അതിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ കപ്പലിനും ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മുടെ കപ്പലുകളിലെ ബ്ലാക്ക് ബോക്സിനെ പറയുന്ന പേരാണ് VDR, അതായത് വോയേജ് ഡാറ്റ റെക്കോർഡർ. ഈ VDR ഉപയോഗിക്കുന്നത് കപ്പലുകൾ അപകടപ്പെട്ടതിന് ശേഷം അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് VDR യൂസ് ചെയ്യുന്നത്. ഈ VDRൽ റെക്കോർഡാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പിൻ്റെ ഹെഡിങ് റെക്കോർഡാവും, പിന്നെ ഷിപ്പിൻ്റെ പൊസിഷൻ, ഷിപ്പ് പോകുന്ന സ്പീഡ്, ഇങ്ങനെ ഷിപ്പിൻ്റെ ഒത്തിരി പാരാമീറ്റേഴ്സ് ഇതിൽ റെക്കോർഡാവും. അത് മാത്രമല്ല ബ്രിഡ്ജിനകത്ത് നമ്മൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് റെക്കോർഡാവും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എല്ലാത്തിനും വിസ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതായത് നമ്മുടെ കപ്പൽ തീ പിടിച്ചാലോ കപ്പൽ മുങ്ങിപ്പോയാലോ അതിന് കടലിനകത്തുള്ള പ്രഷർ വേരിയേഷൻ ഇതിനെല്ലാം വിസ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഈ ക്യാപ്സ്യൂൾ. അപകടത്തിന് ശേഷം ഈ ഒരു ക്യാപ്സ്യൂളാണ് ഇവർ റിട്രീവ് ചെയ്യുന്നത്. ഈ ക്യാപ്സ്യൂൾ റിട്രീവ് ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള ഡാറ്റാസ് പരിശോധിച്ചാണ് കപ്പലിന് അപകടം സംഭവിച്ചതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മുടെ അപകടം ചെറിയ വലിയ അപകടമാണ്, ഇൻഷുറൻസിൻ്റെ ക്ലെയിമിന് വേണ്ടിയോ അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയോ അതിൻ്റെ ബാക്കപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാപ്സ്യൂളിൻ്റെ ആവശ്യമില്ല. നമുക്ക് താഴെ ബ്രിഡ്ജിനകത്ത് തന്നെ നമുക്കൊരു ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട്, അതുവഴി നമുക്ക് ബാക്കപ്പ് എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബ്രിഡ്ജിനകത്ത് വരുന്ന ഡാറ്റ യൂണിറ്റ്. കണ്ടില്ലേ, ഇവിടെ ഈ പോർട്ടിൽ USB കണക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റ്. ഈ ഡിസ്പ്ലേ യൂണിറ്റിൽ ഈ ബാക്കപ്പ് ബാക്കപ്പിൻ്റെ സ്വിച്ചില്ലേ, ഈ ബാക്കപ്പിൻ്റെ സ്വിച്ച് അമർത്തിയതിന് ശേഷം എത്ര മണിക്കൂറിൻ്റെ ബാക്കപ്പാണ് നമുക്ക് വേണ്ടതെന്ന് ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് കണ്ട ആ USBക്കകത്ത് റെക്കോർഡാവും. അങ്ങനെയാണ് ബാക്കപ്പ് ലോക്കലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.